ഹരേ രാമ ഹരേ കൃഷ്ണ. ബിസിനസ്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വൻ ഉയർച്ചയാണ്. അതുപോലെ തന്നെ ലോട്ടറി നിങ്ങൾ എടുത്തു വെച്ചോളൂ. ബമ്പർ ഈ രാശിക്കാർക്ക് ഉറപ്പായിരിക്കും. നിങ്ങളുടെ തലവര തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വിജയത്തിൻ്റെ നാളുകളാണ്. കിരീടം ഇല്ലെങ്കിലും നിങ്ങളിനി രാജാവിനെ പോലെ വാഴുവാൻ പോകുന്നു. ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരെയും ബാധിക്കും. ചിലർക്ക് വലിയ നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുക, മറ്റു ചിലർക്ക് വളരെ തോൽവിയുമായിരിക്കും വന്നു ചേരുക. മീനരാശിയിൽ ശുക്രനും ബുധനും കൂടിച്ചേരുന്നതിലൂടെ ലക്ഷ്മി നാരായണ യോഗം വന്നു ചേരുന്നു. അതുപോലെ തന്നെ സൂര്യബുധ സംയോഗത്തിൽ ബുധാദിത്യ രാജയോഗവും സൃഷ്ടിക്കപ്പെടും. ഈ രണ്ട് രാജയോഗങ്ങൾ ഒരുമിച്ച് വരുന്നത് മൂലം ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഏപ്രിൽ 2 മുതൽ മേടരാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. ശേഷം ഏപ്രിൽ 9 ബുധൻ വക്രഗതിയിൽ നിന്നും മീനരാശിയിലേക്ക് പ്രവേശിക്കും. ബുധൻ മീനരാശിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ നിലവിലുള്ള ശുക്രൻ, സൂര്യൻ എന്നിവയുമായി കൂടിച്ചേരുകയും ഇതിലൂടെ രാശിക്കാരുടെ മഹാഭാഗ്യം തെളിഞ്ഞു വരികയും ചെയ്യും. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളായിരിക്കും വന്നു ചേരുവാൻ പോകുന്നത്. എല്ലാ രീതിയിലും വളരെ ഉയർച്ചയും സാമ്പത്തികമായ വലിയ വളർച്ചയിലുമാണ് നിങ്ങൾ എത്തിച്ചേരുക. ഇനി ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് ഈ സമയത്ത് ഈ മഹാഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം ഇടവം രാശിക്കാരാണ്. ഇടവരാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗവും ബുധാദിത്യ രാജയോഗവും ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് കൊണ്ടുവരുവാൻ പോകുന്നത്. ഈ രണ്ട് രാജയോഗങ്ങളും ഒരുമിച്ച് സംഗമിക്കുമ്പോൾ ഈ രാശിക്കാരുടെ സാമ്പത്തികമായുള്ള ഭദ്രത വളരെയധികം ഉന്നതിയിൽ എത്തും. നിങ്ങളുടെ വരുമാനവും ലാഭവും വളരെയധികം കൂടും. ഈ രണ്ട് രാജയോഗവും ഒരുമിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പണം പല വഴിയായിരിക്കും വന്നു ചേരുവാൻ പോകുന്നത്. ഓഹരി വിപണിയിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൻ ലാഭമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ലാഭമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. അതുപോലെ തന്നെ ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവയിൽ നിന്നും വൻ ലാഭം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം അടിമുടി മാറുവാൻ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സമയമാണ് ഈ രണ്ട് രാജയോഗവും ഒന്നിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങരാശിക്കാരുടെ ജീവിതത്തിലെ നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമയമാണ് ഇനി എത്തിച്ചേരുന്നത്. ഈ രണ്ട് രാജയോഗങ്ങളും ഒരുമിച്ച് വരുന്നതിലൂടെ ഈ രാശിക്കാരുടെ ജീവിതം അടിമുടി മാറ്റിമറിക്കും. നിങ്ങളുടെ ബിസിനസ് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ലാഭമാണ് ഇനി വന്നു ചേരുവാൻ പോകുന്നത്. പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നടപ്പാക്കുവാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രമായിരിക്കും സമ്മാനിക്കുക. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് നടപ്പാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ രണ്ട് രാജയോഗങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സമ്മാനിക്കുവാൻ പോകുന്നത്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനരാശിക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ രംഗത്ത് വൻ നേട്ടമാണ് സമ്മാനിക്കുക. നിങ്ങളുടെ സാമ്പത്തികമായ വളർച്ച വളരെയധികം വർദ്ധിക്കും. നിങ്ങളുടെ അധ്വാനം വളരെയധികം അംഗീകരിക്കുകയും അതിനുള്ള മികച്ച ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. നിങ്ങളുടെ ജോലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മികച്ച ഉയർച്ചയാകും ഇനി വരുവാൻ പോകുന്നത്. നിങ്ങളുടെ സാമ്പത്തികമായ ഭദ്രത വളരെയധികം വർദ്ധിക്കും. നിങ്ങളുടെ ജോലിയിൽ പ്രധാനപ്പെട്ട നിലയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത വലിയ ഒരു പുരോഗതിയിലേക്കാണ് നിങ്ങളിനി ഉയരുവാൻ പോകുന്നത്. ഈ സമയത്ത് വലിയ ലാഭം നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാട്ടം അരുത്. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ക്ഷമയോടെ വേണം നിങ്ങൾ ഓരോ കാര്യവും ചെയ്തെടുക്കുവാൻ. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.